What is the interest of ADGP Ajit Kumar then? നീ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു, എല്ലാരോടും ചോദിച്ചു. Who is that number one? നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ADGP MR അജിത് കുമാർ ആണെന്ന് വീണ്ടും ആവർത്തിച്ച് സ്വപ്ന സുരേഷ് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മിണ്ടരുതെന്ന് ഷാജ് കിരൺ പറഞ്ഞു. തന്നോട് സംസാരിക്കുന്നതിനിടെ ഷാജിന് ADGPയുടെ ഫോൺ കോൾ വന്നു. താൻ പറഞ്ഞ ഒരു കാര്യവും വെറുതെ ആയിട്ടില്ല, എല്ലാം സത്യമായിരുന്നു, അത് കാലം തെളിയിക്കുകയാണെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഓരോന്നായി അത് പുറത്തു വരികയാണ്. സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടെയൊക്കെ വായിന്ന് വരുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചല്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ. കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നേനെ. അതല്ലെങ്കിൽ ഷാജ് കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ, അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ് കിരൺ ടു ഒബ്സർവ് ഓൺ വാട്ട് ഗ്രൗണ്ട്, ഓൺ വാട്ട് ബേസിസ്. What does Shaj Kiran got to do with our issues? അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്? What is the interest of ADGP Ajit Kumar then? ഈ ഒന്നാം നമ്പർ എന്ന് ഷാജ് കിരൺ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു, എല്ലാരോടും ചോദിച്ചു. Who is that number one? So you can just now connect the dots because things are very clear. അന്ന് ഷാജ് കിരൺ പറഞ്ഞു സ്വപ്ന സുരേഷ് പറയുന്നത് പോലെ അല്ല, എനിക്ക് MR അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാവൂ. ഇസ് ഇറ്റ് ട്രൂ? നിങ്ങൾ എല്ലാരും മാധ്യമ പ്രവർത്തകരാണല്ലോ. എങ്ങനെയാണ് ഒരു ADGP വിജിലൻസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നത് സ്വപ്ന സുരേഷിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ? അത്രയും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ. ഞാനിതെല്ലാം ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ്. റൈറ്റ് ഫ്രം ദ റിലീസ് ഓഫ് ശിവശങ്കർ സാർസ് ബുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ. അന്ന് എന്റെ വക്കീല് ശിവശങ്കർ വക്കീലോ കൃഷ്ണരാജ് വക്കീലോ അല്ല. എന്നെ ആർക്കും അങ്ങനെ ഉപയോഗിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്യിക്കാനോ പറയിക്കാനോ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേ വരെ തെറ്റിയിട്ടുമില്ലല്ലോ. ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തെളിവ് അടക്കം വെളിയിൽ വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻ ഓൺ ദി ഓൾഡ് സ്റ്റോറി. കേരളത്തിൽ നടക്കുന്നത് നോർമലായ ലോയോ ജസ്റ്റിസോ അല്ല, അവിടെ നടക്കുന്നത് പൂർണ്ണമായ ഗുണ്ടായിസമാണ്. ആൻഡ് എന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ പിന്നാലെ ഇത് പുറത്തായപ്പോഴത്തേക്കും there was a team who came and removed the CCTV visuals from that community. ആൻഡ് വിജിലൻസിൽ നമുക്ക് കേസൊന്നുമില്ല. നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെങ്കിൽ ആരെയും പിടിച്ചുകൊണ്ട് പോയി അവരെ ആക്രമിച്ച് അവരെ കിഡ്നാപ്പ് ചെയ്യുന്ന രീതിയല്ല ഒരു ഓഫീസിനും ഉള്ളത്. നമ്മൾ ഒരുപാട് ഏജൻസീസിന്റെ മുമ്പേ ചോദ്യം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്, നമ്മൾ അക്യൂസ്ഡ് ആയിട്ടുണ്ട്, നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു രീതി കേരള പോലീസിന്റെ ഇടയിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ they have to summon us. So they didn't do anything like that. 164 കൊടുത്തതിന്റെ പിറ്റേന്ന് രാവിലെ ഷാജ് കിരൺ പറഞ്ഞതുപോലെ ശരത്തിന്റെ കിഡ്നാപ്പ് ചെയ്യും, എനിക്കെതിരെ കേസ് വരും. അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നപ്പോ the only person we can understand the truth was ഷാജ് കിരൺ. So I called him and I got tips from him. I got to know exactly what is happening, who is behind it, and he told me very clearly it was MR Ajit Kumar, the then ADGP of Vigilance.